ബാലു ഭയങ്കരമായിട്ട് ഇറങ്ങി ഒച്ച ഉണ്ടാക്കി എന്നിട്ട് ചേർന്നു എന്ന് പറയാം അവളാ കാരണക്കാരി. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് പൊട്ടിയത് എങ്ങനെയാണെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. പരിസരവാസികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പൊട്ടിച്ചിട്ടില്ല, വേറെ ആരും ആ ഗ്ലാസ് പൊട്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, ബാലഭാസ്കറായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കയറിക്കോട്ടെ എത്തുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ. വടകര ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബാലുച്ചന്റെ വണ്ടിയിൽ സ്വർണം കയറി 3:30 കൂടി ഒരു ചില്ല് പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. 28 ഒടിവുകളോ അങ്ങനെയാണ് ബാലുവിന്റെ അപകട കാരണത്തിന് കാരണം. അതിലത് 8 ഒടിവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്ന് പെട്ടത്? അല്ല വന്ന് പെട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. വന്ന് പെട്ടെന്ന് തന്നെ വേണ്ടി പറയും. അതാണ് ഞാൻ തിരുനെൽവേലിയിൽ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ഒരു 3 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ള യാത്രാമധ്യേ എൻ്റെ വണ്ടിയുടെ ബെൻസ് കാറായിരുന്നു. ഈ ബെൻസ് കാർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർ എപ്പോഴും ബെൻസ് എന്ന് പറഞ്ഞതിൻ്റെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ അവിടെ അല്ല. എനിക്ക് ഈ പ്രീമിയം വണ്ടികളും എല്ലാ വണ്ടികളും എനിക്കുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ആടെ പറഞ്ഞാൽ ആരും വിചാരിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു. ഈ ബെൻസ് വണ്ടി എന്ന് പറഞ്ഞില്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകില്ല, ഈ കാര്യം മുന്നോട്ടേക്ക് പോകില്ല. വണ്ടി സർവീസിന് ബാംഗ്ലൂർ കൊണ്ട് എൻ്റെ വണ്ടി സർവീസ് ഇൻഡിക്കേഷൻ എത്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിയുമ്പോൾ അതിൽ ഒത്തിരി അസ്വാഭാവികതയുണ്ട്. അപ്പം നമ്മൾ പരിചയമുള്ള സ്ഥലം നോക്കിയിട്ട് ഞാൻ ബാംഗ്ലൂർ TVSൻ്റെ സർവീസ് സെൻ്ററിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിച്ച് കോവളത്തേക്ക് പറഞ്ഞു, നീ രാവിലെ, അപ്പോൾ ഇത് കത്തുമ്പോൾ രാത്രി 7:30, രാവിലെ തിരുവനന്തപുരത്തേക്കൊന്ന് പോരെ, നീ കഴിഞ്ഞിട്ട് വണ്ടി സർവീസ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എൻ്റെ വർക്ക് കഴിയും, നമുക്ക് പിന്നെ തിരിച്ചു ഒന്നിച്ച് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോതമംഗലത്ത് നിന്ന് ആദ്യത്തെ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 11:15, 11:30 ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ അങ്ങ് പോയി എന്നുള്ളൂ. അപ്പോൾ ഉറക്കം വന്നപ്പോൾ ഈ പമ്പി കിടന്നുറങ്ങിയതാ. ഒരു മംഗലപുരം എന്ന് പറഞ്ഞ അപകടം നടന്നതിൻ്റെ അല്ല, അപകടം നടക്കുന്നതിൻ്റെ 4 കിലോമീറ്റർ മുമ്പ്. ഞാൻ വണ്ടി ഇടിക്കലൊന്നും കണ്ടിട്ടില്ല. മംഗലപുരം, മംഗലപുരം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ പമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രി ഒരു 3 മണി 3:30 കൂടി ഒരു ചില്ല് പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടിട്ട് നമ്മൾ എണിച്ച് നോക്കുമ്പോൾ ഒരു സ്കോർപ്പിയോയുടെ മുമ്പിൽ മദ്യം വെച്ചിട്ട് ആൾക്കാർ കഴിച്ചിട്ട് ആ കുപ്പി ഗ്ലാസ്സും റോട്ടിലേക്ക് എറിഞ്ഞ് പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കണേ. ഒരു 4-5 പേരുണ്ട്. ബെർമൂഡ ഇട്ട ആൾ, ഹാഫ് പാൻറ് ഇട്ട ആൾ, കാവ്യ എടുത്ത ആൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിൽക്കുക. അപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു. അപ്പോൾ ഞാൻ പയ്യെ പൊങ്ങി നോക്കുക, ഇങ്ങനെ ഉറക്കം പോയില്ല അവിടെ. അപ്പോൾ നമ്മൾ എണിച്ച് നോക്കുമ്പോൾ ഒരു മറ്റേ ഇന്നോവ വണ്ടിയാണ്. അന്ന് സാർ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക്, എല്ലായിടത്തും ഒറ്റയ്ക്ക് തന്നെ പോണേ ആ വണ്ടി. അപ്പോൾ ആ ഇന്നോവ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വെള്ള ഇന്നോവയല്ല, വെള്ള കളറല്ല. നോക്കുമ്പോൾ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് തടിച്ചിട്ട് ഒരാൾ ഇറങ്ങി ഇങ്ങോട്ട്. ഡ്രൈവർ ഓപ്പോസിറ്റ് സൈഡ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അയാൾ ആണാണോ പെണ്ണാണോ എന്ന് പറ്റും നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഇവർ തമ്മിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇന്നോവയുടെ നടുക്കലത്തെ ഡോറ് തുറന്നിട്ട് ഒരാളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന അവസ്ഥയിലാണെന്ന് തോന്നുന്നു. അയാളിങ്ങനെ പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു, ഒരാൾ അപ്പുറം നിൽക്കണം. ഇങ്ങനെ കമത്തി കിടത്തില്ലേ നമ്മൾ, ഇങ്ങനെ കമത്തി കിടത്തിട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇടിക്കുക. അങ്ങനെ ഇതാണ് നമ്മൾ ഒരേ ഇടിക്ക് ഇയാൾ കൈ പൊക്കുന്നുണ്ട്, പയ്യെ പോകുന്നുണ്ട്. അപ്പൊ കരയുന്നൊന്നും കേൾക്കണില്ല, അബോധാവസ്ഥയിലുള്ള ആളെന്തായാലും. അപ്പൊ ഈ ബാലുവിന്റെ നമ്മള് ഗ്ലാസ് ഇട്ടിട്ടായിരിക്കണം, ഗ്ലാസ് ഇട്ടിട്ട് AC ഓൺ ചെയ്തല്ലേ കിടക്കുന്നത്. ഇല്ലില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളെ കാണല്ലേ എന്ന് ഓർത്തോണ്ട് നമ്മൾ കിടക്കുമല്ലേ. നമ്മൾ അങ്ങനെ ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് കണ്ടാലത്തെ സ്ഥിതി എന്താണെന്ന് ചിന്തിക്കാവുന്ന ഒറ്റയ്ക്കാ. അപ്പൊ ഈ ബാലുവിന്റെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് 28 ഒടിവുകളോ അങ്ങനെയാണ് ബാലുവിന്റെ അപകട കാരണത്തിന് കാരണം. അതിലത് 8 ഒടിവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, CBIക്കാരോട് ചോദിച്ചപ്പോൾ അതെ പുള്ളിക്ക് ഒത്തിരി സർജറി വേണ്ടി വന്നു. അപ്പോൾ അതിലൊക്കെ കട്ട് ചെയ്യലും പിടിക്കലൊക്കെ വരും, അതുകൊണ്ട് വന്നായിരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കണ്ടിക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം സൈഡിൽ നിന്ന് ഒരു ഇന്നോവ കൂടി വന്നു. അത് വൈറ്റ് ഇന്നോവ, അല്ലാതെ ഫുൾ സ്ലീവ് ഇട്ട ഒരാൾ, വെള്ള ഇട്ട ഒരാൾ. അവരിറങ്ങി ഇവരോട് എന്തോ സംസാരിച്ചു. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നിന്നിട്ടുണ്ടാകും. അവർ തിരിച്ച് വണ്ടി കയറി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയാൽ എല്ലാവരും വണ്ടി കയറിയപ്പോഴത്തേനും വെക്കുന്ന ഈ സ്കോർപ്പിയോയിലൊരു ബെർമൂഡക്കാരൻ ഇറങ്ങിയിട്ട് സ്കോർപ്പിയോയുടെ നടുത്തെ ഡോറ് തുറന്നിട്ട് ഒരു ലിവർ എടുത്തുകൊണ്ടിട്ട് ഈ ഇന്നോവയുടെ പുറകിലെ ഗ്ലാസ്സിലേക്ക് അടിച്ചു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് പൊട്ടിയത് എങ്ങനെയാണെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. പരിസരവാസികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പൊട്ടിച്ചിട്ടില്ല, വേറെ ആരും ആ ഗ്ലാസ് പൊട്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് CBIക്കാർ ഞാൻ ചോദിച്ചു, മെനക്കെട്ട് നടന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തായി പൊട്ടിച്ചത്. പുള്ളി പറഞ്ഞ ഉദാഹരണം തന്നെ, അതെ ബാലുവിൻ്റെ വയലിൻ വന്ന് മുട്ടിയാന്ന്. ഇലക്ട്രിക് വയലിന് ആപ്പടെ 1.5 കിലോ എങ്ങാണ്ട് വെയിറ്റ് ഉള്ളൂ. അത് വന്ന് പൊട്ടിയിട്ട് നിങ്ങളൊക്കെ വണ്ടി ഉപയോഗിക്കണല്ലേ, ഒരു ഇന്നോവയുടെ ഗ്ലാസ്. ഞാൻ പറഞ്ഞു ഞാൻ ശ്രുതി ചെല്ലിയിട്ട് അവിടെ നിന്ന് എണിച്ചു വന്നു, അല്ലാണ്ട് നമുക്ക് വേറെ മറുപടി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലൊരു വാഷ്റൂം ഉണ്ട്, അവിടെ പോയി ഫേസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് തിരിച്ച്
ഈ തിരുവനന്തപുരത്ത് അല്ല എന്നിട്ട് ഈ ബാലഭാസ്കർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇന്നോവ പിന്നെ പോവാണ് മുന്നോട്ടേക്ക് പോവാം, സ്കോർപ്പിയോ മുന്നോട്ടേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാം. പോണ വഴിക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ഓൺ ഞെക്കി പിടിച്ചിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അസാധ്യ സ്പീഡിൽ പക്ഷി പറക്കണമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് പോവാം, കൊല്ലത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ പക്ഷി പോണമാതിരിയാണ് പോണത്. ഏതാ വണ്ടിന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഒരു ചുമന്ന കളർ കണ്ടു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരു ഏകദേശം ചിന്തിക്കുമ്പോൾ സ്വിഫ്റ്റ് ആവാം, അത്ര സ്പീഡിൽ പോകുന്ന ആ വണ്ടി ആയിരിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു മെഡിക്കൽ ആവശ്യം കൊല്ലത്തേക്ക് പോകില്ല. ഈ പറഞ്ഞ കഴക്കൂട്ടത്തിൻ്റെ അടുത്തല്ലേ സാധനം, കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കല്ലേ എളുപ്പം, കൊല്ലത്തേക്ക് ഏതായാലും പോകില്ല. അതൊക്കെ ക്രൈംബ്രാഞ്ചിലെ സാറിനോട് അന്ന് തന്നെ ഞാൻ സാർ ഇങ്ങനെ പോകേണ്ടി, ഇപ്പം അന്വേഷിച്ചാൽ ഇവിടെ വേറെ എന്തെങ്കിലും കൃത്രിമമായിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് അതിലാർക്കെങ്കിലും പരിക്ക് പറ്റിക്കണമെങ്കിൽ അവരെ കൊണ്ട് രക്ഷപ്പെട്ടു പോയവരായിരിക്കും. അപ്പോൾ ഈ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലൊക്കെയുള്ള ഹോസ്പിറ്റലിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അറിയിട്ടോന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു, ഇത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ടേക്ക് മുമ്പേ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുക, ഒരു അപകടം നടന്നാന്ന് തോന്നിയപ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. വണ്ടി നിർത്തി ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും റോഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അതിൽ വടിവാളുണ്ട്, കുറുവടി ഉണ്ട്, ഇങ്ങനെ ആയുധങ്ങളായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഡോർ തുറക്കണമെങ്കിൽ ഓടി വന്നിട്ട് ഡോറെല്ലാം അടച്ചിട്ടും അസഭ്യമായിട്ടുള്ള തെറിയും പറഞ്ഞിട്ട് എന്നെ ഓടിക്കുക അവിടെ നിന്ന്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പിന്നെ നിൽക്കാൻ പറ്റില്ല. വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഗ്ലാസ് പൊട്ടിയ കാറ് കാണുന്നത്. ഈ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി, അതുകൊണ്ടാണ് ആ വണ്ടി നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞത്. ആ വണ്ടി അത് ഗ്ലാസ് പൊട്ടിയ വണ്ടി അല്ലെങ്കിൽ കാണില്ല. ഇവർ പറഞ്ഞ് വേറെ അങ്ങനെ ക്രൈം നടന്നിട്ടുണ്ടാകും, അത് ചിലപ്പോൾ വേറെ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടിയ വണ്ടി അവിടെ വരുമല്ലോ. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇടത് സൈഡിൽ ഒരാൾ തുഴഞ്ഞുകൊണ്ട് അയാളുടെ ഇന്നൊരു പൊതി മേടിച്ചിട്ട് ഒരു പയ്യൻ ഇങ്ങനെ സൈഡിൽ ഓടി പോകുന്നത് കണ്ടു. ഇത്രയും വരെയാണ് നമ്മൾ കണ്ട ഒരു കാര്യം. വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും കണ്ട കാര്യം. രണ്ടാമതും ആക്സിഡന്റ് ഉണ്ടായി എന്നല്ല സാറ് പറയണത്. എങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഞാൻ അത് കണ്ടില്ല. അതിലൊരു വ്യക്തത വരുത്തേണ്ടത്, ഈ ഒരു സാർ രണ്ടാമത് ഇത്തരത്തിലൊരു അപകടം സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അപ്പോഴും ഇതുപോലെ ആയുധധാരികളായ കുറെ ആളുകളാണ് അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് എങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ആ സമയത്ത് നാട്ടുകാരോ സമയത്ത് കംപ്ലീറ്റ് മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ്. ഞാൻ ആ കഴക്കൂട്ട ആ സൈഡിൽ കിടക്കെ എപ്പോഴും പ്രോഗ്രാമൊക്കെ ആയിട്ട് എത്ര വർഷങ്ങൾ സഞ്ചരിച്ചെങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടാ. ഇതൊക്കെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര ബ്ലോക്ക്. ഈ പറയുന്ന സമയത്തൊക്കെ റോഡ് വിജന, ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല, ആരെ ബ്ലോക്ക് ചെയ്ത. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു 3:30-4 മണി പുലർച്ചെ. അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല. 4 മണിക്ക് മുമ്പായിരിക്കും. ഈ പെട്രോൾ പമ്പിന് അടുത്തുണ്ടായ സംഭവം എന്ന് പറയുന്നതും ഈ 3 മണിയോടെ ഈ പറയുന്ന ഒരു 3:30-4:30 എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞു, എല്ലാ പരിപാടിയും. അപ്പോൾ ഇവര് കണക്കനുസരിച്ചിട്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർക്കുള്ള യാത്രയിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ കൊടകര എടുത്ത് വെച്ചിട്ട് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ വണ്ടിയിൽ ഒന്ന് ഗ്ലാസ്സിൽ വന്നിട്ട് ഇച്ചിരി മദ്യവെച്ചിട്ടുണ്ട് അയാൾ. ഗ്ലാസ് ഒന്ന് നടത്താമെന്ന് ചോദിച്ചു. സത്യം ഞാൻ ചോദിച്ചു എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കും. ഞാൻ ചോദിച്ചു എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചു. അല്ല, ബാലഭാസ്കറായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കയറിക്കോട്ടെ അകത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ. കയറാൻ പറഞ്ഞു. ആൾ അകത്ത് കയറി. ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ സ്വിച്ച് ഓൺ കയറി പറയാം. 2012 സെപ്റ്റംബർ 24 രാത്രി 10-നും 11:30-ക്കും 10:30-ക്കും 11:00-നും ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ബാലിച്ചൻ്റെ വണ്ടിയിൽ സ്വർണം കയറി. ഞാൻ ചോദിച്ചു സ്വർണം കയറിയ താനിങ്ങനെ? ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പോൾ ബാലു ഉണ്ടായിരുന്നു അവിടെ, ബാലിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ബാലു എന്ന് പറയാം. ബാലു ഭയങ്കരമായിട്ട് ഇറങ്ങി ഒച്ച ഉണ്ടാക്കി. എന്നിട്ട് ചേർന്നു എന്ന് പറയാം, അവളാ കാരണക്കാരി. ഞാൻ ചോദിച്ചു അവളോ? ബാലിച്ചേട്ടൻ്റെ ഭാര്യ പുറത്തിറങ്ങി ഷൗട്ട് ചെയ്ത് താൻ അവിടെ കയറി കിടക്കാൻ പറഞ്ഞത് കയറ്റിയിരുത്തി. എന്നിട്ട് സ്വർണ്ണം അതിനകത്ത് കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി ഓടിച്ചാറ്? അതും ഞാൻ കണ്ടില്ല സാറെന്ന്. അതുകൊണ്ട് ഈ പറഞ്ഞൊരാളുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ മേടിച്ചിരുന്നു. അത് ഈ CBIയുടെ 2ാം പതിപ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നൊരു സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ വന്ന അപ്ഡേഷനൊക്കെ അന്നത്തെ എൻ്റെ ഫേസ്ബുക്കിലിടും. ആരും ശ്രദ്ധിച്ചാലും ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയണം അങ്ങനെ ഒന്നും വാർത്ത ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇവർ നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നൊരു ധാരണ വന്നതുകൊണ്ടാണോ അങ്ങനെ ഫേസ്ബുക്കിൽ? അല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി ആദ്യം ഞാൻ പറയാൻ താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ ഒരു ആരോപണം കേട്ട ആളാണ്. പക്ഷേ പിന്നീട് അത് മനസ്സിലായി. നമ്മൾ മരിച്ച അന്ന് തന്നെ നമ്മൾ വിളിച്ചു മധുബാലകൃഷ്ണനോട് പറഞ്ഞു. മധു പറഞ്ഞ ലൈനിൽ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സംസാരിക്കാൻ ആരുമില്ല, അവിടെ നിർത്തി. അത് തീർന്നു. പിന്നീട് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെയും പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആക്കിയത്. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ CBIക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ അന്വേഷിച്ചെങ്കിൽ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു സോബി പറഞ്ഞൊരു കാര്യം അങ്ങനെ ആൾ സമ്മതിച്ചില്ലോ എന്ന് പറയുന്നു. സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുത്തി ചോദിക്കണ്ടേ? അയാളെ എന്നെയും വിളിച്ചിരുത്തിട്ട് CBIക്കാർ ചോദിക്കണ്ടേ, ഇന്ന് അങ്ങ് പറഞ്ഞ ആൾ താൻ എന്താ ഇപ്പം മാറ്റി പറയണമെന്ന് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ അയാൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതും പറയണ്ടേ? കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കണ്ടെത്താട്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അയാൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്തു വെച്ചിട്ടാണ് വന്നായിരുന്നത് ആ സമയത്ത്.
നമ്മൾ വേറെ എന്ത് പറയാൻ എടുക്കാൻ പറ്റില്ല. അല്ല, പുള്ളി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു നിങ്ങളെ എവിടെ വന്നില്ല, എന്നെ ഇവിടെ വന്ന് അന്വേഷിച്ച എല്ലാവർക്കും അറിയാൻ സാറേ. അപ്പൊ പുള്ളി ഇങ്ങനെ ഈ നാട്ടിലൊരു കോമൺ ആയിട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അതിൽ പെട്ട ആളാണ് പുള്ളി. ഈ സംഭവം കണ്ടാലാണ് അന്ന് സ്വർണ്ണം കയറുന്നത് കണ്ട ആളാണ്. അപ്പൊ അതും വെച്ച് നോക്കുമ്പോ അവിടുത്തെ സമയം ഇവിടുത്തെ ഇപ്പൊ CBI കണക്കൂട്ടലിൽ ഈ വണ്ടി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആ സ്പീഡ് കണക്കാക്കി വരുമ്പോൾ ഈ ജ്യൂസ് കടയിൽ നിർത്തി എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ വണ്ടി അവിടെ മിസ്സിംഗ് ഉണ്ട്. ആ 3/4 മണിക്കൂർ 15 മിനിറ്റ് ഞാൻ അവിടെ പറഞ്ഞ സ്ഥലവും 1/2 മണിക്കൂർ ഇവിടെ ആയിരിക്കും പോയത്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട വരും, നമ്മളെ കൊണ്ട് സാധിക്കില്ല അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ സാറ് പറയുന്നത് ഈ പയ്യൻ ഇടയ്ക്ക് വെച്ച് വണ്ടിയിൽ കയറി സാറിനോട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കും ലക്ഷ്മി ഒരു പക്ഷെ ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണെന്ന് അറിയില്ല. അതിപ്പോ അവര് പറയണ്ടേ എന്തെങ്കിലും ഒരു. ഇപ്പൊ ഇന്നലത്തെ അവരുടെ സംസാരത്തിൽ തന്നെ നാടികേത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ കയറിയിട്ട് പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അതാ സ്റ്റീഫൻ ദേവസിയുടെ പേര് വന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലു ക്രിട്ടിക്കൽ ICUലായിരുന്നു കിടന്നിരുന്നത്. ക്രിട്ടിക്കൽ ICUയിൽ വേറെ ആർക്കും കയറാനായിട്ട് പറ്റില്ലല്ലോ ക്രിട്ടിക്കൽ ICUയിൽ. അങ്ങനെ ബാലു ക്രിട്ടിക്കൽ ICU കിടക്കുമ്പോൾ 43 മിനിറ്റ് കയറി സംസാരിച്ചു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ തെളിവ് മൊഴി പറഞ്ഞിട്ടില്ല, ഈ CBIക്കാർ പറഞ്ഞിട്ടില്ല. എന്താണ് സംസാരിച്ചതെന്ന് ഇവർ പറയണ്ടേ, അതിനെക്കുറിച്ച് അവർ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. അതൊക്കെ അന്വേഷിക്കണ്ടേ ഇവർ, അതിലേക്കൊന്നും പോയിട്ടില്ല. ഈ ലക്ഷ്മി ആദ്യം ഹോസ്പിറ്റലൈസ് ആയത് അന്നേരം പരിക്ക് ഏതായാലും വയറിന്റെ അടിയിൽ ആഴത്തിലുള്ള കത്തി പോലുള്ള നേരത്തെ ആയതുകൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവെന്ന് തന്നെ അവരെ മെഡിക്കൽ ഓരോന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ഒടിവുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇന്നലെ പുള്ളിക്കാരത്തി എപ്പോഴും തലയുടെ പ്രശ്നമാണ് പറയണത്, എപ്പോഴും തല. എന്നിട്ട് പറയും സ്റ്റെപ്പ് കയറാൻ പറ്റണില്ല എന്നും പറയും. തലയ്ക്ക് പ്രശ്നം പറ്റുന്നത് സ്റ്റെപ്പ് കയറാൻ പറ്റാണ്ടിരിക്കുക. എല്ലാത്തിനും ഈ തലയ്ക്ക് അങ്ങനെ ഭയങ്കര പരിക്കുള്ള ആളെന്നില്ല അത്രയും ബോൾഡായിട്ട് സംസാരിക്കുക. നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും അടി ഇട്ടിട്ട് എന്തെങ്കിലും ഒരു മന്നിപ്പ് കണക്കുള്ളതാണെങ്കിൽ അത്രയും ബോൾഡായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ വെറുതെ എന്താണെന്ന് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർ പറഞ്ഞ് ശരിയല്ല. അതിനൊക്കെ തെളിയിക്കാനായിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് എല്ലാം പ്രിന്റഡ് റെക്കോർഡാട്ടോ എന്ന് പറയുന്നത്. എന്ത് പ്രിന്റഡ് റെക്കോർഡാ? ഈ പ്രിന്റഡ് റെക്കോർഡിൽ CBIയുടെ ആദ്യം ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ 3-4 സാധനം മാറ്റിയിട്ട് മറ്റേന് കൊടുത്തു. അത് CBIക്കാർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ട് ഇത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ പതിപ്പിൽ നിന്ന് കൊടുത്തതിന് കുറച്ചുകൂടെ മാറ്റിയിട്ടാണ് ഇതിൽ വന്നത്. അതിൻ്റെ പ്രിന്റ് കിടപ്പുണ്ട് ഉണ്ട്. CBIക്കാർ ഈ 4 കാര്യങ്ങൾക്ക് മൊഴി മാറ്റിയിട്ട് രണ്ടാമത് തന്നിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആൾക്കാർ CBIക്കാരാണ്. അല്ലാണ്ട് നമുക്ക് ഞാൻ കണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ വണ്ടി നടക്കണ ആളെ ആക്രമിക്കണു, ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ഓടിക്കണം, ഇത്ര സാധനം. അവിടെ നിന്ന് ആൾക്കാരെ എനിക്കറിയാം. ഇത് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിൽ ഇതേമാതിരി പറയും, അത് ഒരു സംശയമില്ല. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഇന്നലെ ലക്ഷ്മി വിചാരിച്ചാൽ ഒരാഴ്ച കൊണ്ട് നടന്നേനെ. അപ്പോൾ പറയണമായിരുന്നു, അത് പറയണം. അല്ലെന്താ അവർ എഴുതി കൊടുക്കണം. അവർ എൻ്റെ ഹസ്ബൻഡും കൊച്ചാണ് മരിച്ചത്, ഇങ്ങനെ ഒരാൾ നിന്ന് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴും ചോദിക്കും, അവർ പരാതി കൊടുക്കുന്നോടത്ത് ചോദിക്കും, നിങ്ങൾ ഇയാളായിട്ട് സംസാരിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കില്ലേ? ഇപ്പോൾ സാറൊരു പോലീസിൽ ഒരു ഓഫീസറായിട്ട് ഇരിക്കുക എന്ന് ചോദിക്കുക, സാറിൻ്റെ അടുത്ത് വന്ന് പറയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര നാളായിട്ട്? 6 വർഷമായിട്ട് സംസാരിക്കണം. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും പുള്ളിനെ ബന്ധപ്പെട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ട് ആ വഴിയെങ്കിലും സംസാരിക്കുമെന്ന് ചോദിക്കില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറയുമ്പോൾ എനിക്കും അവരെന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള മറുപടി ഉണ്ട്, കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്.